ഹം കരേ തോ ചമത്കാർ തും കരേ തോ ബലാൽക്കാർ ഹിന്ദിയിലുള്ള ഒരു പഴഞ്ചൊല്ലാണിത്. ഇന്ന് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടിയായ ഉർവശി, അതെ, മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ വിശേഷിപ്പിക്കത്തക്ക അഭിനയ പ്രതിഭയുള്ള തൻ്റെ കഥാപാത്രങ്ങളുടെ തൻ്റെ കഴിവ് തെളിയിച്ച മഹാനടി ഉർവശിയുടെ ഇരട്ടത്താപ്പാണ് ഇന്ന് RR ടോക്സ് ചർച്ച ചെയ്യുന്നത്. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ ഉർവശി പറയുന്നത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. വളരെ ആർജവത്തോടുകൂടി വളരെ ശക്തമായി ഉർവശി പറയുകയാണ്, മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബോഡി ഷേമിംഗ് നടത്തിക്കൊണ്ടുള്ള ഹാസ്യങ്ങൾ ഞാൻ അംഗീകരിക്കില്ല. ഞാൻ ജഡ്ജായിരിക്കുന്ന പരിപാടിയിൽ അത്തരത്തിലുള്ള ഹാസ്യങ്ങൾ വന്നാൽ ഞാൻ മാർക്കിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാസ്യം എന്ന് പറഞ്ഞാൽ ഒരാളെ കളിയാക്കിക്കൊണ്ട് ആവരുത് എന്നാണ് ഉർവശി പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതേ ഉർവശി അടുത്തിടയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത് പറയുന്നത്. ഈ അഭിമുഖം നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഇതിലെ രസകരമായ കാര്യം, ഈ അഭിമുഖത്തിൽ പറഞ്ഞ ഈ വലിയ വലിയ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉർവശി നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിന് തെളിവുകളുണ്ട്. അതിലേക്കാണ് RR ടോക്സ് വരുന്നത്. എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. അതാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹീറോയ്ക്ക് എപ്പോഴും കളിയാക്കാനും തമാശ പറയാനും തലയ്ക്ക് കൊട്ടാനും ഒരു കൊമേഡിയും വേണം. പക്ഷെ ഞാനത് ചെയ്യില്ല. ഞാൻ ഒരു കാലത്തും ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ ആർക്കും വേദനിക്കാത്ത തമാശകൾ മാത്രമേ പറയൂ. അയാൾ കൊമേഡിയനാണെങ്കിലും അയാളുടെ വീട്ടിൽ അയാളാ രാജാവ്, അയാളുടെ മക്കളെ മുമ്പിൽ അയാളാ ഹീറോ. അപ്പൊ അത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ചിന്തിക്കണം. മുടനരെ നോക്കി പോടാ ഞൊണ്ടി എന്ന് വിളിക്കുന്നത് ഹ്യൂമർ അല്ല. അതൊക്കെ ഇപ്പം ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാനൊരു ചാനലിൽ പ്രോഗ്രാം ഇരിക്കുമ്പോൾ അത്തരം കോമഡി വരുമ്പോൾ ഞാൻ മാർക്കിടില്ല, വട്ടപ്പൂച്ചിട്ട് വയ്ക്കും. അപ്പൊ ഞാൻ ജഡ്ജസായിട്ട് ഇരിക്കുമ്പോൾ അവരുടെ ടെൻഷൻ അതാണ്. അടുത്തിരിക്കുന്നവരെ കാക്കെ കുരങ്ങേന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മാർക്ക് കുറയ്ക്കും എന്ന് പറയും. ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അടുത്ത് വെക്കുന്നവരെ കളിയാക്കും. എന്നാൽ ഈ അഭിമുഖം നൽകി 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഉർവശി നൽകിയ മറ്റൊരു അഭിമുഖത്തിൽ ഒരു പത്രപ്രവർത്തകയെ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ഉർവശി കളിയാക്കുന്ന വീഡിയോ കാണാനിടയായി. അതാണ് RR ടോക്സിന് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം. വസ്ത്രധാരണം എന്നത് ഒരു വ്യക്തിയുടെ മാത്രം പൂർണ്ണ സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്. ഈ വീഡിയോ കണ്ടാൽ നമുക്ക് വ്യക്തമായ ഒരു ന്യായം പറയാം. ഇത് വളരെ നിർദോഷമായൊരു തമാശയാണ്. ഉർവശി തമാശയ്ക്ക് പറഞ്ഞാണ് അവർ സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ എന്ന്. ഇതേ സീനിയർ ആർട്ടിസ്റ്റ് മുൻപുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്നു, ഒരു വ്യക്തിയെ കളിയാക്കിക്കൊണ്ടുള്ള തമാശകൾ അല്ലെങ്കിൽ ഹാസ്യം ഞാൻ അംഗീകരിക്കില്ല എന്ന്. അതേ വ്യക്തി തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ഒരു യുവതിയെ കളിയാക്കുന്നു. അവിടെ കൂടി ഇരുന്നവരെല്ലാവരും തന്നെ ഇതൊരു തമാശയായി മാത്രമേ കണ്ടുള്ളൂ, അത് ആസ്വദിച്ചു എന്നൊക്കെ പറയാമെങ്കിലും ഉർവശിയായാലും ഞാനായാലും നിങ്ങളായാലും പ്രാവർത്തികമാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്നതാണ് RR ടോക്സിന് ഇതിൽ നിന്നും ഒരു സന്ദേശമായി നൽകാനുള്ളത്. ഇത്രയും സീനിയർ നടിയായ ഉർവശി ഹാസ്യം എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ വിശദമായി പറഞ്ഞ് കയ്യടി നേടിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആ പറഞ്ഞ കാര്യം അതിന് വിരുദ്ധമായി പ്രവർത്തിച്ച് കാണിച്ചപ്പോൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇതേ ഉർവശി തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പരസ്യമായി പബ്ലിക്കായി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എന്തായാലും അതൊരു ചരിത്രമാണ്, കഴിഞ്ഞ കാലമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാനോ അല്ലെങ്കിൽ അത് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരാനോ RR ടോക്സ് ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഉർവശിയുടെ ഇരട്ടത്താപ്പിനെക്കുറിച്ച് എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ നന്ദി, നമസ്കാരം.